ഇന്ന് നമ്മൾ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കാണ്ട് അഴുക്ക് പിടിച്ച തുണികൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അതിന് രണ്ട് വ്യത്യസ്തമായ രീതികളാണ് കാണിച്ചു തരുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ രണ്ട് രീതികളും. കോളറിൻ്റെയും കഫിൻ്റെയും ഒക്കെ ഭാഗത്തുള്ള ഇളകാത്ത കറകൾ പോലും നമുക്ക് നിഷ്പ്രയാസം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ ഒരു തുള്ളി പോലും സോപ്പോ അതുപോലെ തന്നെ സോപ്പ് പൗഡറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെള്ള വസ്ത്രങ്ങളും കളറുള്ള വസ്ത്രങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ യൂണിഫോമിലുള്ള ചെറിയ മഷിയുടെ കറയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ നല്ല വൃത്തിയായി കിട്ടും. മാത്രമല്ല തുണികൾക്ക് നല്ല മണമായിരിക്കും. അതുപോലെ തന്നെ ഈ മഴ സമയത്തുള്ള കരിമ്പം കുത്തലുകളൊന്നും ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വസ്ത്രങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് കല്ലുപ്പ് തന്നെ എടുക്കണം. ഇനി ഈ ഒരു വെള്ളം നല്ലതുപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് സാധാ ടാപ്പ് വാട്ടറും കൂടെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ബക്കറ്റോളം വെള്ളം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് വന്നിട്ട് ഇളം ചൂടാണ് കേട്ടോ. ഇനി നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അതൊരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ. നല്ല നീരുള്ള ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പേസ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ, ഉപ്പിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും കൂടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം വേണം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ തയ്യാറാക്കിയെടുത്ത പേസ്റ്റ് ആ ഇളം ചൂട് വെള്ളത്തിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകാനുള്ള തുണികൾ ഇതിൽ മുക്കി വെക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിലേക്ക് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. വെള്ള വസ്ത്രങ്ങളോടൊപ്പം കളർ ഇളകാത്ത വസ്ത്രങ്ങൾ വേണം മുക്കി വെക്കാനായിട്ട്. നമുക്ക് ഒരുപാട് വസ്ത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തിൽ ഇത് ഇങ്ങനെ മുക്കി വെച്ചതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 മണിക്കൂർ നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മളിനി മുക്കി വെച്ച വസ്ത്രങ്ങളിൽ കോളറിലൊക്കെ നല്ലതുപോലെ അഴുക്കുണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ തുണി കഴുകാനായിട്ട് ബ്രഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അത്ര എഫക്റ്റീവാണ്. ഈ ഒരു നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് കോളറിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള അഴുക്കും ചെളിയും ഒക്കെ പോയിക്കോളും. നമ്മൾ എടുത്ത സമയത്ത് ഈ ഒരു വെള്ള വസ്ത്രത്തിലുണ്ടായിരുന്ന ചെളി എത്രത്തോളമായിരുന്നെന്ന് നമ്മൾ ആദ്യം കണ്ടതാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പം നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. നാരങ്ങ നീരൊഴിച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ വസ്ത്രങ്ങൾ ഉണങ്ങി കഴിയുമ്പം നല്ലൊരു മണമാണ് കേട്ടോ. നമുക്കിനി കംഫർട്ടൊന്നും ആവശ്യമില്ല ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ. മാത്രമല്ല മഴ സമയത്ത് വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്ന കരിമ്പം കുത്തൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാകുകയില്ല നാരങ്ങ നീരും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ കഴുകുകയാണെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാം. ആ വെള്ള ഷർട്ടിൻ്റെ കോളറിലുണ്ടായിരുന്ന അഴുക്കൊക്കെ പോയിട്ട് നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 1/2 മണിക്കൂറോളം ആ ഇളം ചൂട് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തുണികൾ ഓരോന്നും എടുത്ത് കൈ ഉപയോഗിച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ കഴുകുന്നത് പോലെ 2-3 വെള്ളത്തിൽ കഴുകി ഉണക്കിയെടുത്താൽ മാത്രം മതി നമ്മുടെ തുണികൾ. ഇനി നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ അലക്കുകല്ലിലൊന്ന് കുത്തിപ്പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. കൈ ഉപയോഗിച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതിന് പകരമായിട്ട് നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി പോലും സോപ്പ് പൗഡറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വെള്ള വസ്ത്രങ്ങൾ സോപ്പ് ഉപയോഗിച്ച് വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കുമ്പോഴാണ് കേട്ടോ. തുണിയുടെ കളറ് ഒട്ടും തന്നെ ഫെയ്ഡ് ആവത്തില്ല കേട്ടോ. അതുപോലെ തന്നെ കുറേ കാലം നമുക്ക് ആ ഒരു വസ്ത്രങ്ങൾ ഈട് നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് സാധാരണ പോലെ 2-3 വെള്ളത്തിൽ നല്ലതുപോലെ ലാമ്പി കഴുകിയെടുത്തതിന് ശേഷം ഉണക്കാനായിട്ടിടാം. ഇനി നമുക്ക് സോപ്പ് പൊടി ഉപയോഗിക്കാണ്ട് ക്ലീൻ ചെയ്യുന്ന രണ്ടാമത്തെ രീതി നോക്കാം. അതിനു മുമ്പ് സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ പേന കൊണ്ട് വരച്ച ചെറിയ മാർക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെയുള്ള മഷിയുടെ പാടൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ബോഡി സ്പ്രേ ഉപയോഗിക്കാവുന്നതാണ്. ബോഡി സ്പ്രേ ഇല്ലാന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ ആയാലും മതി. ഇതുപോലെയുള്ള മഷിയുടെ ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം നല്ലതുപോലെ നമ്മളൊന്ന് റബ്ബ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മഷിയുടെ പാട് നിശേഷം പോയി കിട്ടും.
ആദ്യം നമ്മൾ തുണിയിലേക്ക് ബോഡി സ്പ്രേ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മഷി ഒന്ന് പടരും കേട്ടോ. അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കണം. അത് പോകുന്നത് വരെ 3-4 പ്രാവശ്യം ഇതുപോലെ നമ്മൾ സ്പ്രേ അടിച്ചു കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേ നോക്കിയാൽ നമ്മൾ എവിടെയാണ് പേന വെച്ച് വരച്ചതെന്ന് കൂടി അറിയാത്ത അത്രയും നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ രണ്ടാമത്തെ രീതിയിലും സോപ്പ് പൊടി ഉപയോഗിക്കാണ്ട് വസ്ത്രങ്ങൾ ക്ലീൻ ആക്കാനായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ നോർമൽ ടാപ്പ് വാട്ടർ ഒഴിച്ചിട്ട് ഇളം ചൂടുവെള്ളമാക്കി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. ഏകദേശം 1 കപ്പോളം വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് ഒഴിച്ചാൽ അത് പതഞ്ഞ് പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകാനുള്ള വസ്ത്രങ്ങൾ ഇതിലേക്ക് ഒരു അരമണിക്കൂർ നേരം മുക്കി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ നമുക്ക് കൈ ഉപയോഗിച്ച് തുണികളൊക്കെ നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം 2-3 വെള്ളത്തിൽ കഴുകി ഉണക്കാനായിട്ടിടാം. അതല്ലാന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ കഴുകുന്നവരാണെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കഴുകിയെടുത്താലും മതി. വിനാഗിരി ഉപയോഗിച്ചതുകൊണ്ട് നമ്മുടെ തുണികളൊന്നും കേടാവില്ല കേട്ടോ. കാരണം നമ്മൾ 1/2 ബക്കറ്റോളം വെള്ളത്തിലേക്കാണ് 1 കപ്പ് വിനാഗിരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി നല്ല എഫക്റ്റീവാണ്. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമ്മുടെ വീട്ടിൽ ഇനി സോപ്പ് പൊടിയോ സോപ്പോ ഒന്നുമില്ലെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മഴ സമയത്ത് ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കരിമൺ കുത്തുകളൊന്നും നമ്മുടെ വസ്ത്രങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.